നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി കെ ആണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ തനത് ഭൂപ്രകൃതിയോട് ഏറെ സാദൃശ്യമുള്ള കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രതി കെ ഉണ്ട്. നമസ്കാരം ശ്രീമതി രതി. നമസ്കാരം. ഒരു ഭാഗം തീരപ്രദേശവും ഒരു ഭാഗം ചെങ്കൽ കുന്നുകളുമുള്ള പഞ്ചായത്താണ് കണ്ണപുരം. കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതും പശ്ചാത്തല സൗകര്യ വികസനത്തിനും പ്രത്യേകം ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പുവെള്ളം കയറുന്നത് വളരെ പ്രതിസന്ധിയാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിക്കുന്നത്. ഈ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം എങ്ങനെയാണ് ശാശ്വതമായി പരിഹരിക്കാൻ എന്തൊക്കെ നടപടികളാണ് പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടുള്ളത്? ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണ്. നമുക്കറിയാം, കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് ഏറ്റവും പ്രയാസം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഉപ്പുവെള്ളത്തിൻ്റെ വിഷയം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വിചാരിച്ചാൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ MLA നേതൃത്വത്തിൽ അതിനുള്ള അനുമതിക്കടക്കം ഒരു ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു കാർഷിക സഭ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഉപ്പുവെള്ളത്തിൻ്റെ വിഷയം കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ ചെറുകുന്ന്, അതുപോലെ തന്നെ കല്യാശ്ശേരി, നമ്മുടെ ആന്തൂർ മുനിസിപ്പാലിറ്റി അടക്കം വരുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നമുക്ക് ഇതിനുള്ള ഒരു പദ്ധതികൾക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ആർദ്രം പുരസ്കാരം അടക്കം ലഭിച്ച ഒരു പഞ്ചായത്താണ്. സമ്പൂർണ്ണ ക്യാൻസർ മുക്ത പഞ്ചായത്താണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ആരോഗ്യ മേഖലയിൽ പഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്? ആരോഗ്യ മേഖലയിൽ ആദ്യം തന്നെ നമ്മുടെ ആരോഗ്യ മേഖല, അതായത് നമ്മുടെ വ്യത്യസ്തങ്ങളായ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആയുർവേദമായാലും അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി ആയാലും ഒരു കുടക്കീഴിൽ നമ്മൾ കൊണ്ടുവന്നു. അതോടൊപ്പം നമ്മുടെ ക്യാൻസർ വിമുക്ത ഗ്രാമം പദ്ധതി എന്ന ഒരു ആശയം നമ്മുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് ഇന്നും അത് കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യാപനം നടത്തുവാൻ വേണ്ടി സാധിച്ചു. ആ ഒരു മോഡലാക്കിക്കൊണ്ടാണ് ഫൈറ്റ് ക്യാൻസർ എന്ന പദ്ധതി നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് കുറിക്കുവാൻ വേണ്ടി സാധിച്ചത് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നല്ല രീതിയിൽ നമുക്ക് വിജയിപ്പിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്നും അതിന്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ നമുക്കറിയാം, സ്ത്രീകൾക്ക് മാത്രമല്ല നമ്മുടെ ക്യാൻസർ എന്ന രോഗമുള്ളത്. അത് നമുക്കറിയാവുന്നതാണ്. അതിന്റെ ഭാഗമായി സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരുടെ വായിലെ ക്യാൻസറിന്റെ ഒരു പരിശോധന ക്യാമ്പ് നമ്മുടെ നേതൃത്വത്തിൽ 29 ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ആ ക്യാമ്പുകളിൽ നിന്ന് പോസിറ്റീവായ രോഗികളെ MCCയിലേക്ക് കൊണ്ടുപോയി അവരെ തുടർ ചികിത്സക്ക് കൂടി നമുക്ക് തുടർ ചികിത്സ കൂടി കൊടുക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഒരു FHC ആണ്. നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ FHCയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുകുന്നാണ് ഇതിന്റെ കേന്ദ്രം. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ കല്യാശ്ശേരി ആയാലും ചെറുകുന്നായാലും ആന്തൂർ മുനിസിപ്പാലിറ്റിയിലുള്ള അടക്കം രോഗികൾ നമ്മുടെ ഈ ഒരു കേന്ദ്രത്തിലേക്ക് വരികയും ആശുപത്രിയിലേക്ക് വരികയും അവരുടെ സേവനം കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ആർദ്ര കേരള പുരസ്കാരം 2 തവണ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 2020-21 വർഷ കാലയളവിലും അതോടൊപ്പം 21-22 വർഷ കാലയളവിലും നമുക്ക് 2 തവണ ആർദ്ര കേരള പുരസ്കാരം നേടുവാൻ വേണ്ടി സാധിച്ച് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ, ഇത് മാത്രമല്ല പാലിയേറ്റീവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം നമുക്കറിയാം, സാന്ത്വന പരിചരണ രംഗത്ത് മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുവാൻ വേണ്ടി
നമുക്ക് സാധിക്കുന്നുണ്ട്. കേവലം മരുന്നുകൾക്കപ്പുറം അവർക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് ഈ അവശരായ രോഗികൾക്ക് എങ്ങനെയൊക്കെ സാന്ത്വനം കൊടുക്കാം എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം. അപ്പോൾ ഹോമിയോ ആയാലും ആയുർവേദമായാലും ഒരേ കോമ്പൗണ്ടിൽ തന്നെ വരുന്നത് കൊണ്ട് നമ്മുടെ ആളുകൾക്ക് സേവനം ലഭ്യമാക്കുവാനുള്ള ഒരു നല്ല ഇടപെടലുകളാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് 2 തവണ ആർദ്ര കേരള പുരസ്കാരം ലഭ്യമാകുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്. ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്ന നേട്ടം കൈവരിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. വളരെ സന്തോഷം. കാരണം കേരള സംസ്ഥാനത്ത് ആകെ ആദ്യമായിട്ട് തുടക്കം കുറിച്ച ഒരു പഞ്ചായത്താണ്. അതായത് ഒരു ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിരവധി വിമർശനങ്ങൾ ഇതിന്റെ ഉദ്ഘാടനത്തിന് കലക്ടറെ സമീപിച്ചപ്പോൾ നമുക്ക് പഞ്ചായത്തിന്റെ പ്രഖ്യാപനം, മാലിന്യമുക്ത പ്രഖ്യാപനം പഞ്ചായത്തിൻ്റെത് നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ പഞ്ചായത്തിൽ അതിന്റെ സമീപം വരുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഉള്ള പ്രവർത്തനം, അവരുടെ ഈ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റേഷൻ മാഷ് വളരെ നല്ല ഒരു പോസിറ്റീവായുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത് നടപ്പിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം, അവരുമായിട്ടുള്ള നല്ലൊരു ഇടപെടലുകൾ, ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ശുചിയാക്കുന്നതിനുള്ള പ്രവർത്തനം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റും വലിച്ചെറിയുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് എടുത്ത് കഴുകി വൃത്തിയാക്കി ബെയിൽ ചെയ്ത് നമ്മുടെ പിന്നെ അത് കൈമാറാനുള്ള ഒരു ഇടപെടലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. അതൊരു എന്താ പറയണ്ടേ, ഇത് ഒരു മോഡലായിട്ട്, ഇതൊരു മാതൃകയായിട്ട് മറ്റുള്ള ഇടങ്ങളിലേക്ക് കൂടി, മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ കൂടി നമുക്ക് ഇടപെടുവാൻ വേണ്ടി സാധിച്ചു. ഇതൊരു മാതൃകയാക്കാൻ വേണ്ടി സാധിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് തുടർന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ റെയിൽവേ സ്റ്റേഷനുകളും ഇതിന്റെ ഒരു മോഡൽ ഏറ്റെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ, അതായത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ 1ാം ഘട്ടം വളരെ മികവാർന്ന രീതിയിൽ നടപ്പാക്കുവാൻ വേണ്ടി സാധിച്ചു. അതിന്റെ 2ാം ഘട്ട പ്രവർത്തനം എന്ന നിലയിൽ 2024 ഒക്ടോബർ 3-ാം തീയതി നമ്മുടെ ഹരിത സംരംഭങ്ങൾ, ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള 8 സംരംഭങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ഹരിത സംരംഭങ്ങളുടെ പ്രവർത്തനം എന്ന നിലയിൽ വളരെ അതായത് കേരള സംസ്ഥാനത്തിന്റെ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തി കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ സംരംഭങ്ങളുടെ ഒരു അവതരണം നടത്തുവാൻ വേണ്ടി സാധിച്ചു. അതിന്റെ ഒരു മികവാർന്ന പ്രവർത്തനം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട്. 2 MCF നമുക്ക് നിലവിലുണ്ട്. ഒന്ന് നമ്മുടെ ആധുനിക രീതിയിലുള്ള ഒരു MCF ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വാർഡുകളിലും നമുക്ക് ബോട്ടിൽ ബൂത്തുകളും മിനി MCFകളും സ്ഥാപിക്കാൻ എല്ലാ വാർഡുകളും 2 വീതം മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകൾക്ക് അപ്പുറം ലഭിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടുകളായാലും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുകളായാലും ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബാല്യരംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. 32 കുടുംബങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഫ്ളാറ്റ് സമുച്ചയമടക്കം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്? വളരെയധികം സന്തോഷം. കാരണം ഒരാളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ജീവിത സാഫല്യമാണ് ഒരു ഭവനം എന്നത്. അപ്പോൾ ലൈഫ് 2020യുടെ ഭാഗമായി 97ഓളം 100-ലധികം അപേക്ഷകൾ ഉണ്ടായിരുന്നു. കൃത്യമായ പരിശോധനയിലൂടെ നമുക്ക് 97ഓളം ആളുകളെയാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. 83 ആളുകൾക്ക് നമ്മൾ വീടുകൾ
നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവരെ അഗ്രിമെന്റ് വെച്ചു. വേണ്ട എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ആൾക്കാരെ അവരുടെ കൃത്യമായ രേഖ എഴുതി വാങ്ങി വേണ്ടാന്നുള്ള ഇതിലേക്ക് കൊണ്ടുവന്ന് നടത്തുവാൻ വേണ്ടി പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഫ്ലാറ്റിന്റെ നിർമ്മാണം ലൈഫ് മിഷന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മുടെ പഞ്ചായത്തിന് തൊട്ടടുത്ത് തന്നെ 32ഓളം കുടുംബങ്ങൾക്ക് താമസിക്കുവാൻ, ഭൂരഹിതരായ ഭവനരഹിതരായ ആൾക്കാരെ താമസിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ആശ്വാസ കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തിന് സമീപം തന്നെ 32 കുടുംബങ്ങളെ താമസിപ്പിക്കാനുള്ള ഒരു ഇടപെടലുകൾ, അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈഫ് മിഷന്റെ ഒരു നല്ല ഇടപെടലുകളിലൂടെ മാത്രമേ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തറക്കല്ലിട്ടെങ്കിലും ഈ ഭരണസമിതിയുടെ കാലയളവിന് മുമ്പെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് അതിലേക്ക് കയറി പാർക്കാനുള്ള ഒരു ഇടമാക്കി മാറ്റാനുള്ള ഇടപെടലുകൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായാലും അതിന്റെ പണി ഏതാണ്ട് പൂർത്തിയാകുവാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കുവാനുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്താനാവുക? വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു LP സ്കൂളാണുള്ളത്. 2 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. 2 ഹയർ സെക്കൻഡറി സ്കൂളും നമ്മൾ ഒരു അന്തർദേശീയ നിലവാരത്തിൽ തന്നെ ഉള്ള അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളായാലും അക്കാദമിക നിലവാരത്തിലായാലും ഉള്ള ഒരു 2 സ്കൂളുകൾ തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ 2 സ്കൂളുകളിലും നമുക്ക് 100% വിജയം കൈവരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൗതിക സാഹചര്യം വളരെ നല്ല രീതിയിൽ എന്താ പറയേണ്ട, ഒരു അന്തർദേശീയ നിലവാരത്തിൽ എങ്ങനെയാണോ ഒരു സ്കൂളിന്റെ ഭൗതിക സാഹചര്യം, അതുപോലെ തന്നെ നമുക്ക് 2 സ്കൂളിന്റെയും ഭൗതിക സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ LP സ്കൂൾ, ഒരു LP സ്കൂളാണ് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്നത്. ആ LP സ്കൂള് കഴിഞ്ഞ MLA നേതൃത്വത്തിൽ TV രാജേഷ് MLA നേതൃത്വത്തിൽ അതിന് തുടക്കം കുറിച്ചെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ കല്യാശ്ശേരി മണ്ഡലം MLA ശ്രീ M വിജിൻ അവരുടെ നേതൃത്വത്തിൽ അതിന്റെ ഭൗതിക കെട്ടിടം പൂർത്തിയായി. അതിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ നടത്തി കഴിഞ്ഞു. ഒരു സ്കൂളിന്റെ ഭൗതിക സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കുട്ടികളെ ആകർഷിക്കുവാൻ വേണ്ടി പറ്റുക എന്നുള്ള ഒരു നല്ലൊരു ഇടപെടലുകൾ നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MLA ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിന് വലിയൊരു പാർക്കായാലും അതുപോലെ തന്നെ ഓഡിറ്റോറിയം ആയാലും അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു ഓഡിറ്റോറിയം കൂടി അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മറ്റ് എയ്ഡഡ് സ്കൂളുകളിലും വളരെ നമ്മുടെ പഴയ കാലത്തിനപ്പുറം നമുക്ക് സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ, വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നമുക്ക് സ്കൂളിന്റെ PTA നേതൃത്വത്തിൽ അവരുടെ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാരെ വരെ, ജനങ്ങളെ വരെ അറിയിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇത്തവണ സർക്കാർ ഏറ്റെടുത്ത് നടപ്പാക്കിയത്. അതിന്റെ ഭാഗമായി പൊതു ഇടങ്ങളിൽ വരെ നമ്മുടെ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം, പഠന മികവ്, ഓരോ കുട്ടിയും, ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിയെ പോലും ഒഴിവാക്കാതെ അവരുടെ മികവുകൾ, വ്യത്യസ്തങ്ങളായ കഴിവുകൾ നമ്മുടെ കുട്ടികൾക്കിടയിലുണ്ട്. ആ കഴിവുകളെ എങ്ങനെ പരിപോഷിപ്പിക്കാം, അത് എങ്ങനെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നമുക്ക് പഠന മികവുകൾ ഉള്ള പഠനോത്സവം സംഘടിപ്പിച്ചത്. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ കഴിവുകൾ കോർത്തിണക്കിക്കൊണ്ട് സ്കൂൾ തലത്തിലും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള ഒരു ഇടപെടലുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല നേതൃത്വത്തിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എന്റെ പഞ്ചായത്തിലൂടെ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രതിയുണ്ട്. ശ്രീമതി രതി, പ്രകൃതി രമണീയമായ സ്ഥലമാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണോ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത്?
ടൂറിസത്തിന് അനന്ത സാധ്യതകൾ ഉണ്ടായിരുന്നു. നമ്മുടെ MLA നേതൃത്വത്തിൽ ഒരു 13 കോടിയോളം രൂപ എസ്റ്റിമേറ്റ് ആക്കി DPR തയ്യാറാക്കി നമ്മുടെ അയ്യോത്ത് പ്രദേശമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വയൽ പ്രദേശം, അതായത് തീരദേശ മേഖല ഉള്ള പ്രദേശമാണ് അയ്യോത്ത്. അയ്യോത്തിന്റെ പ്രകൃതി രമണീയത ഞാൻ പറയാതെ തന്നെ കണ്ടവരായിരിക്കും എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ. കാരണം വളരെ നല്ല രീതിയിൽ കാർഷിക മേഖല വളരെ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കാർഷിക മേഖലകൾക്കപ്പുറം നമ്മുടെ ഹരിത കാന്തി ഉള്ള ഒരു പ്രദേശമാണ് അയ്യോത്ത് പ്രദേശം. അതിന്റെ ഭാഗമായിട്ട് തന്നെ സൂര്യകാന്തി പാടം വരെ നമ്മുടെ 1-2 വർഷമായി സൂര്യകാന്തി പാടം വരെ ഉണ്ടാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ പ്രകൃതി രമണീയത കണ്ടുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ MLA ഒരു ടൂറിസം കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിച്ചു. പക്ഷേ ചില സാങ്കേതികത്വം, ചില ആൾക്കാരുടെ അനുമതി ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ട് അത് നമുക്ക് പൂർണ്ണമാക്കുവാൻ വേണ്ടി സാധിച്ചില്ല. എങ്കിലും നമുക്ക് ഭാവിയിൽ അതിൽ എങ്ങനെയൊക്കെ നമുക്കൊരു ടൂറിസവുമായിട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുള്ള ഒരു ഇടപെടലുകൾ നമ്മൾ നടത്തുന്നുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും പശ്ചാത്തല സൗകര്യ വികസനത്തിനടക്കം പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങൾ എങ്ങനെയാണ് നവീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഗ്രാമീണ റോഡുകൾ പറയുമ്പോൾ 134 ഗ്രാമീണ റോഡുകൾ, ഒരു KSTP റോഡ്, 4 PW റോഡ്, ഇത്രയും റോഡുകളാണ് നമ്മുടെ ആസ്തിയിൽ വന്നിട്ടുള്ളത്. ആസ്തിയിൽ വരാതെ കുറച്ച് റോഡുകൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു വികസനത്തിന്റെ മാതൃക എന്ന് പറയുമ്പോൾ നമ്മുടെ ജനങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നോക്കിക്കാണുന്ന ഒരു പ്രവർത്തനം റോഡുകളുടെ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ പരിമിതമായ ഫണ്ടുകളേ ഉള്ളൂവെങ്കിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് തനത് വരുമാനം വളരെ താഴ്ന്ന ഒരു പഞ്ചായത്താണ്. നമുക്ക് അതായത് നമ്മുടെ ജനങ്ങളുടെ നിർദ്ദേശാനുസരണം എല്ലാ റോഡുകളും പിന്നെ ടാറ് ചെയ്യണമെന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് കോൺക്രീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അറിയാം, ഫണ്ടിന്റെ അപര്യാപ്തത മൂലം അതിന് ചെറിയൊരു പരിമിതിയുണ്ട്. എങ്കിലും വളരെ നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ റോഡുകളെ കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള ഒരു ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു വിധത്തിൽ നമുക്ക് തദ്ദേശ സ്ഥാപനം മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, MLA നേതൃത്വത്തിൽ അടക്കം ഉള്ള റോഡുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് അടുത്ത വർഷത്തെ പദ്ധതിയിലും തുടർന്ന് വരുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിലും ഈ ഗ്രാമീണ മേഖലയാകെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വയോജനങ്ങൾക്ക്, ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്താമോ? വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ജനസംഖ്യ നമ്മുടെ കേരളത്തിലെ മാത്രമല്ല നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലും ജനസംഖ്യയെ ഇനം തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു വിഭാഗം തന്നെയാണ് വയോജനങ്ങൾ. ആ വയോജനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് അവയെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്തും ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ 2 പകൽ വീടുകൾ നമുക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 പകൽ വീടുകൾ ഉണ്ട്. അതിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടുന്ന ഉപകരണങ്ങളായാലും മറ്റുള്ള സൗകര്യങ്ങളായാലും ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ കൃത്യമായിട്ട് തന്നെ സമയബന്ധിതമായിട്ട് തന്നെ കൊടുക്കുവാനുള്ള ഒരു ഇടപെടലുകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ട്. വയോജനങ്ങളെ എന്താ പറയണ്ട, ഒരു വയോജന സംഗമങ്ങൾ വെച്ചുകൊണ്ട് നമുക്കറിയാം, വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉള്ളവരാണ് നമ്മുടെ വയോജനങ്ങൾ. ആ വയോജനങ്ങളുടെ കഴിവുകളും അവർക്കുള്ള ആഗ്രഹങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിന് വയോജന സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്, ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ പ്രത്യേകിച്ചും നമ്മുടെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വയോജനങ്ങളെ ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നതിനുള്ള വയോജന ക്യാമ്പുകൾ, മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാരെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നമ്മോടൊപ്പം ചേർത്ത് നിർത്താനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് വയോജനങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.
തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് നിരവധി വികസന പ്രവർത്തനങ്ങളാണ്, പകൽ വീടടക്കമുള്ള പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീ, തൊഴിൽ സംരംഭങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? കുടുംബശ്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താ പറയേണ്ടത്, ഒരു അതിയായ സന്തോഷമാണ്. കാരണം ഒരു കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കുടുംബശ്രീയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോഴും കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. 2000-ലാണ് നമ്മുടെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ രൂപം കൊണ്ടത്. അപ്പോൾ ഇന്ന് 189 അയൽക്കൂട്ടങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട്. ആ അയൽക്കൂട്ടങ്ങളെല്ലാം തന്നെ ഒരേ രീതിയിൽ, അതായത് വ്യത്യസ്തങ്ങളായ ആൾക്കാർ ഉണ്ടെങ്കിലും പക്ഷെ ഒറ്റ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ അയൽക്കൂട്ടത്തിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കേവലം സമ്പാദ്യത്തിനപ്പുറം അവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗം തന്നെയാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ എന്താ പറയേണ്ടത് ഉന്നതിക്ക് കാരണമായത് എന്ന് തീർച്ചയായും പറയുവാൻ വേണ്ടി സാധിക്കും. കാരണം സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോടൊപ്പം അവരുടെ വരുമാനത്തിലുള്ള വർധനവ് എങ്ങനെയൊക്കെ വരുത്താമെന്നുള്ള ഒരു ഇടപെടലുകൾ നമ്മുടെ കുടുംബശ്രീയുടെ സാധ്യമായിട്ടുണ്ട്. വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയ ജനവിഭാഗത്തെ നമ്മുടെ മുൻനിരകളിലേക്ക്, ജനസമൂഹത്തിന്റെ മുൻനിരകളിലേക്ക് കൊണ്ടുവരുവാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ കാഴ്ചവെക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സംരംഭക വർഷത്തിന്റെ ഭാഗമായി 2023 സംരംഭക വർഷമായി ആചരിച്ചപ്പോൾ സംരംഭകത്വ വികസനത്തിന്റെ ഭാഗമായി കുടുംബശ്രീയിലൂടെ ഉണ്ടായ സംരംഭങ്ങൾ ഏറ്റവും പ്രശംസനീയാർഹം തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ സമ്പാദ്യത്തോടൊപ്പം ഉള്ള ഒരു കൂട്ടായ്മയും കൂടി ഈ ഒരു സംരംഭത്തിലൂടെ, പൊതു സംരംഭത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് നമ്മുടെ കുടുംബശ്രീയിലൂടെ JLG ഗ്രൂപ്പുകളിലൂടെ എങ്ങനെ നമുക്ക് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, കാർഷിക മേഖലയിലേക്ക് പുറംതിരിഞ്ഞു നിന്ന സ്ത്രീ സമൂഹത്തെ, ചില ആളുകളെ കൂടി നമുക്ക് യുവതികളെ കൂടി കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മികവാർന്ന കലാപരിപാടികൾ, വ്യത്യസ്തങ്ങളായ കഴിവുകൾ നമ്മുടെ സ്ത്രീകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അരങ്ങിലൂടെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ, അതായത് സ്ത്രീകളുടെ ഉള്ളിൽ ഒതുങ്ങിയ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അരങ്ങിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ എടുത്തു പറയുമ്പോൾ നേരത്തെ വിട്ടുപോയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ബഡ്സ് സ്കൂള്, ജില്ലയിലല്ല സംസ്ഥാനത്ത് തന്നെ മാതൃകയായ ഒരു ബഡ്സ് സ്കൂൾ നമ്മുടെ കണ്ണപുരം ശിശുമന്ദിരത്തിന് സമീപം ചുണ്ടയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും പ്രയാസം നേരിടുന്ന ഒരു ജനവിഭാഗം എന്ന നിലയിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ 29ഓളം കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായാലും അല്ലെങ്കിൽ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലായാലും അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 13-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ബഡ്സ് സ്കൂളിന്റെ 2ാം നില ഒരു പണി പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലും ഈ 65 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു നല്ലൊരു കെട്ടിടം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് രാവിലെ അതിൻ്റെ സംഘാടക സമിതി ചേർന്നു. മന്ത്രിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഏറ്റെടുത്ത് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഭിന്നശേഷിക്കാരായ കുടുംബങ്ങളെ എങ്ങനെയാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ കണ്ണപുരം ബഡ്സ് സ്കൂള്. സംസ്ഥാനത്ത് തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ, കലാമത്സരങ്ങളിലായാലും കായിക മത്സരങ്ങളിലായാലും നമുക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുവാനും സമ്മാനങ്ങൾ വാരിക്കൂട്ടുവാനും വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബാൻഡ് സെറ്റ് നമ്മുടെ
ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ രണ്ടാമത്തെ ഒരു ബാൻഡ് സെറ്റ്. നമുക്കറിയാം അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു ബാൻഡ് ട്രൂപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിന് പ്രത്യേക വാഹനങ്ങൾ നമുക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിവിധ സംഘടനകൾ ഇപ്പം കമ്പ്യൂട്ടർ സെന്റർ അടക്കം 20 കമ്പ്യൂട്ടർ ആപ്പ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനം കമ്പ്യൂട്ടറുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രവർത്തനവും നല്ല രീതിയിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തോടു കൂടി അതിന് മികവാർന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബഡ്സ് സ്കൂളിന്റെ കാര്യത്തിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി രതി കെ. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നമസ്കാരം.